വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നേക്കാണ്. ഓണമായിട്ട് കോട്ടയത്ത് വന്നപ്പോൾ ഒരു ദിവസം അമ്മയുടെ വീട്ടിൽ തങ്ങാനായിട്ട് പോയേക്കാണ്. അപ്പം ഞാനും ചേട്ടായും എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ദേ എൻ്റെ അമ്മ രാവിലെ തന്നെ അമ്മ വള്ളത്തെ കയറുകയാണ്. അപ്പം കണ്ടത്തിലാണ് വെള്ളം ഇട്ടേക്കുന്നത്. അപ്പോൾ ഓടി വന്നതേ കയറിയിരുന്ന് കുറേ നാളുകൂടി കയറിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ കയറട്ടേന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ കയറേണ്ട, ഞാൻ വെള്ളത്തിൽ മുക്കിയിടുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ഒത്തിരി പേർക്ക് കയറിയിരിക്കാൻ പറ്റത്തില്ല, കാരണം ചെറിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ചേട്ടായി കയറിയിരുന്നു. അപ്പോൾ ചേട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് വെള്ളം നീങ്ങുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ വെള്ളം തുഴയാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണ് ചേട്ടായി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിനോട് തുഴയാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ പകർത്തിയപ്പോൾ അപ്പുറത്തെ കണ്ടത്തിൻ്റെ അപ്പുറത്തെ വശം കാണിക്കാനായിട്ട് മാമൻ്റെ മകളാണ് ഫ്രണ്ടേ പോകുന്നത്. അവളെ ഞങ്ങൾ കുഞ്ഞിന്നാണ് വിളിക്കുന്നത്. കുഞ്ഞിയും ഞാനും ചേട്ടായും കൂടെ പോവാണ്. അപ്പോൾ മാമന് അവിടെ വള്ളത്തെ വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ പറിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ മാമൻ്റെ അങ്ങോട്ട് നടന്നു പോവാണ്. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ ഇങ്ങനെ പാമ്പുണ്ട്, ഭയങ്കര കൂടിയ ഇനങ്ങളൊക്കെയാണ് ഉള്ളത്. മൂർഖന്, അണലി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ കാടിനകത്തുള്ളത്. ഇത് ചിറയാണ്. അപ്പം ഇതിലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇതാണ് അമ്മ വീട്. കണ്ടത്തിനും തോടിനും നടുക്കായിട്ടാണ് വീടിരിക്കുന്നത്. അപ്പം മാമൻ ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നിന്ന് വേണം വള്ളത്തെ തുഴഞ്ഞ് വരാനായിട്ട്. അപ്പം നിന്ന് തുഴയാൻ ചേട്ടായിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് വെള്ളത്തിൽ ഞങ്ങൾ പിന്നെ തുഴയാൻ കയറാഞ്ഞത്. അപ്പം അമ്മായി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട്. അമ്മായിനെ കാണത്തില്ല, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മാമൻ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. 2 തേങ്ങയാണ് മാമന് കിട്ടിയത്. അതിൽ തപ്പി നടന്നിട്ട് ഞങ്ങളെ കൊണ്ട് മാമൻ അതിലേക്ക് ഒന്ന് കറങ്ങി നടന്നു. അപ്പം ഇതാണ് ദൂരെ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. മോർണിംഗ് വൈബ് എന്ന് പറയുമ്പോൾ സൂപ്പറാണ് അവിടെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങ് കണ്ട ഒരു തുരുത്ത് പോലത്തെ ഒരു സ്ഥലത്ത് വന്നു. അപ്പം ഇതിൻ്റെ നടുക്കൊരു വീടുണ്ട് കേട്ടോ. മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ചെറിയ വീടുണ്ട്, അവിടെ ആൾത്താമസമൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം അവിടെ ഒരു പട്ടിയുണ്ട്. ആ പട്ടി ഭയങ്കര കുരയാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പം കണ്ടത്തിൽ കൃഷി തുടങ്ങാറായതുകൊണ്ട് തന്നെ കണ്ടത്തിൽ നിന്ന് വെള്ളം കയറ്റി കരക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ ചേട്ടായും മാമനും കൂടിയാണ് ചെയ്യുന്നത്. ഇനി അതിൽ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നും. അപ്പോൾ കുഞ്ഞിക്ക് വേണ്ടി മാമൻ കെട്ടിക്കൊടുത്തൊരു ഊഞ്ഞാലാണ്. അപ്പം ഞാൻ അതിനകത്ത് കയറിയിരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഈ കാണുന്നത് കുഞ്ഞിയുടെ പട്ടിയാണ്. മാമൻ രാവിലെ പോയി വലയൊക്കെ പൊക്കിക്കൊണ്ട് വന്നപ്പോൾ അതിനകത്തു നിന്നൊരു ചെറുമീനൊക്കെ കിട്ടി. പള്ളത്തി ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ മീനൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി കേട്ടോ. ആ ചെറുമീനും ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അമ്മ അത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വെട്ടി വൃത്തിയാക്കുകയാണ്. അപ്പം അപ്പുറത്തെ കര കണ്ടതിന് ശേഷം ചേട്ടായിനെ ഇപ്പുറത്തെ കര കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞാൻ ഈ പാലം കയറി ശീലിച്ചുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നുമില്ല ഈ പാലം കയറാനായിട്ട്. പിന്നെ ആ കൈവരി ചെറുതായി പോയി എന്നുള്ളത് മാത്രമേ എനിക്കൊരു പ്രശ്നമായി തോന്നിയുള്ളൂ. അപ്പോൾ ഞങ്ങളോട് വേറൊരാളും പാലം കയറി വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ പാലം കയറ്റുന്നത് കാണിക്കാമെന്നും പറഞ്ഞ് കുഞ്ഞി വിളിച്ചപ്പോഴും ഓടി വരുന്ന ആളാണ്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് പുള്ളിയും ഉണ്ട്, കുഞ്ഞിയുടെ പുറകെ തന്നെ തൊട്ട് പുറകെ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഴച്ചുണ്ട് ഒടിക്കാനാണ്. വാഴച്ചുണ്ട്, വാഴക്കൂമ്പ്, ചേട്ടായിടൊക്കെ നാട്ടിൽ കൊടപ്പൻ എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒടിക്കാനും പിന്നെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞാനും ചേട്ടായും അമ്മായി, മാമൻ, കുഞ്ഞി, പിന്നെ ഞങ്ങളുടെ പട്ടിയും കൂടി ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അതിലെല്ലാം നടന്ന് ചേട്ടായിനെ സ്ഥലമൊക്കെ കാണിച്ച്. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല, ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്, ഓരോ വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോൾ നല്ല സൂര്യൻ്റെ വെളിച്ചവും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൽ നടന്നു പോക്കും ആമ്പലൊക്കെ കിളുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കാരണം കൃഷി ചെയ്യുന്ന കണ്ടായതുകൊണ്ട് അവർ ആമ്പലിന് അങ്ങനെ വളർത്താൻ അനുവദിക്കത്തില്ല. കാരണം പിന്നീട് അവർക്കത് പണിയാവുന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും വളർത്താൻ അനുവദിക്കത്തില്ല. വരുന്നൊക്കെ അവർ പറിച്ചു കളയും. അപ്പം ഞങ്ങൾ വാഴച്ചുണ്ട് ഒടിക്കുകയാണ്. അപ്പം മാമനാണ് ഒടിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടിനൊടുവിൽ അത് ഒടിഞ്ഞു കിട്ടി. അങ്ങനെ അത് വെള്ളത്തിലേക്ക് പോയി. വെള്ളത്തിൽ നിന്ന് തോണ്ടി ഒരു വിധത്തിൽ അത് എടുത്ത് മാമനത് കരക്കിയിട്ട്. അപ്പോൾ മാമൻ ഒടിക്കുന്നത് കൂടാതെ അമ്മായി ഒടിക്കുകയാണ്. അപ്പം ഇത് ഇഞ്ചത്തറ എന്ന് പറയും. അത് കണ്ടത്തിൽ നിന്ന് ആറിലേക്ക് വെള്ളം പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ മീനൊക്കെ പിടിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത് ആറാണ്. ആറിൻ്റെ നടുക്കായിട്ട് അമ്പല് കിളുത്ത് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം ഇത്രയും സൂപ്പറായ ഒരു ഏരിയയാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ വരുന്ന വഴിക്ക് ആമ്പൽ പറിക്കണം എന്നും പറഞ്ഞ് കുഞ്ഞിക്ക് നിർബന്ധം. കുഞ്ഞിയോട് ഇറങ്ങി പറിച്ചോളാൻ പറയാണ്. അങ്ങനെ കുഞ്ഞി ഇറങ്ങി ആമ്പൽ പറിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് വലിയ പേടിയൊന്നുമില്ല, കാരണം അവൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ അവളത് പറിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ കാല് ചെറുതായിട്ടൊന്ന് തെന്നി. അപ്പോൾ ചേട്ടായി അവളെ പിടിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ അവൾ പിടിച്ച് കയറി.
അപ്പം ഞങ്ങൾ വാഴച്ചുണ്ടൊക്കെ കുടിച്ച് തിരിച്ചതേ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നാരകം നിൽപ്പുണ്ട്, കമ്പിളി നാരകം എന്ന് പറയും. അപ്പോൾ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് ഓർത്ത് ഞാൻ പറിക്കണമെന്ന് വിചാരിച്ചു. അപ്പം അത് മൂത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് പറിച്ചില്ല. അപ്പോൾ അമ്മയുടെ അമ്മയാണ് അവിടെ നിന്ന് തുണി അലക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉച്ച തിരിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.